ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണ് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വണ്ടികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ആൻഡ് ഈ ലിസ്റ്റ് പിന്നെയും ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്പർ 1 നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ പറയുന്നില്ല. ഏതായാലും നമുക്ക് 10th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അത് ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 13,947 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. നമ്മളിതിനെ മന്ത് ഓൺ മന്തിലല്ല, ഇയർ ഓൺ ഇയർ ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ നവംബർ 2025 ആൻഡ് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നവംബർ 2024 കണക്കായിരിക്കും വരുന്നത്. സോ കഴിഞ്ഞ വർഷം 14,918 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയത്. 971 വാഹനങ്ങളുടെ വ്യത്യാസവും 6.51% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സർപ്രൈസിംഗ്ലി നമ്മുടെ ഈ ലിസ്റ്റിൽ ആകെപ്പാടെ ഒരു വാഹനത്തിന് മാത്രമേ ഡീഗ്രോത്ത് ഉള്ളൂ, അത് ഈ വണ്ടിയാണ്. ബാക്കി എല്ലാത്തിനും ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിലിപ്പം ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് കുറവ് ഡീഗ്രോത്ത് ഒന്നും ഇല്ല. ഡീഗ്രോത്ത് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. സോ ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന വണ്ടിയും ഡെഫിനറ്റ്ലി ഇത് തന്നെയാണ്. ബ്രസയ്ക്ക് പണ്ടുണ്ടായിരുന്നൊരു മാർക്കറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. പതുക്കെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വാഗണറാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,619 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുമ്പം വ്യത്യാസമുണ്ട്, അതായത് കൂടുതലുണ്ട്. 13,982 വാഹനങ്ങൾ സെയിൽ കഴിഞ്ഞ വർഷം നവംബറിൽ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പം 637 വാഹനങ്ങളുടെ വ്യത്യാസവും 4.56% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. അത്ര ഹൈ ഡീഗ്രോത്ത് ഒന്നും അല്ല, ആക്ച്വലി വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഈ വണ്ടിയും ഒരു കാലത്ത് നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 5 നിന്നിരുന്നതാണ്. ഇപ്പോൾ ചില മാസങ്ങളിലൊന്നും ഈ വണ്ടി ലിസ്റ്റിൽ ഉണ്ടാവാറില്ല. ഇനി ലിസ്റ്റിലുണ്ടെങ്കിൽ തന്നെ മിക്കവാറും ഒക്കെ 5 താഴെ അല്ലെങ്കിൽ ആ ഒരു റീജിയനിലൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. ഒരുപാട് സെയിൽ കിട്ടുന്ന ഒരു കാലം പിന്നെ ഇതിൻ്റെയും കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഈ വണ്ടി 2024 ഫൈനാൻഷ്യൽ ഇയറിൽ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു. 2024 കലണ്ടർ ഇയറിൽ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി 5 ആയിരുന്നു. 25 വർഷത്തിന് അത്ര നല്ല അത്ര നല്ല വർഷമല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്നത് അഗെയിൻ ഒരു മാരുതി സുസുക്കി വാഹനം തന്നെയാണ്. അതാണ് ഫ്രോങ്സ്. ഇതിന് കഴിഞ്ഞ മാസം 15,058 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ വലിയ വ്യത്യാസമില്ലായിരുന്നു. 14,882 വാഹനങ്ങൾ സെയിലാണ് വന്നത്. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് 176 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1.18% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഫ്രോങ്സ് ആണ്. ഈ വണ്ടിക്ക് സെയിൽ വല്ലാതെ കുറഞ്ഞെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ചില മാസങ്ങളിൽ ഓക്കെ ഇതിന് 18,000 വരെയൊക്കെ സെയിൽ പോകാറുണ്ട്. പക്ഷേ അതൊരു ഫിക്സഡ് കണ്ടീഷൻ അല്ല, ചില മാസങ്ങളിൽ മാത്രമാണ് സംഭവിക്കാറുള്ളത്. അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് ഇതിന് സെയിൽ കിട്ടാറുള്ളത്, അതായത് ഒരു 15 to 18. പിന്നെ ഈ വണ്ടി തന്നെ ബലേനോയിൽ ബേസ്ഡ് ആണ്, പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എക്സ്റ്റീരിയർ അല്ലാണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം ബലേനേക്കാൾ കൂടുതൽ സെയിൽ തന്നെ വന്നിട്ടുണ്ട്. എനിവേ, ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന ഒരു മാരുതി സുസുക്കി അല്ല, ഇത് മഹീന്ദ്രയുടെ വണ്ടിയാണ്. കഴിഞ്ഞ സ്കോർപിയോ എന്നാണ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. ഇതിന് കഴിഞ്ഞ മാസം 15,616 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ 12,704 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ കമ്പയർ ചെയ്യുമ്പോൾ 2,912 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമാണ്. ആൻഡ് 22.92% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓക്കെ ഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ നല്ലതാണല്ലോ എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ അല്ല, നമ്മുടെ ടോപ്പ് 3 പോലും ഇതെത്തിയിട്ടില്ല. ഇനിയും ഇതിൽ കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജുള്ള വണ്ടികളുണ്ട്. പക്ഷേ ഇത് 4ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ, 15,000 മുകളിലൊക്കെ ഈ പ്രൈസിൽ ഈ സെഗ്മെൻറ്റിൽ ഈ സൈസിൽ നിൽക്കുന്ന ഒരു വണ്ടിക്ക് സെയിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് മഹീന്ദ്രയുടെ കഴിവാണ്. വേറൊരു കമ്പനിക്കും അത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ വീണ്ടും മറ്റൊരു മാരുതി സുസുക്കിയിലേക്ക് വന്നു. എർട്ടിഗയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിന് കഴിഞ്ഞ മാസം 16,197 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വർഷം നവംബറിൽ 15,150 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. അതായത് 1,047 വാഹനങ്ങളുടെ വ്യത്യാസവും 6.91% ഗ്രോത്ത് റേറ്റുമാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതും നമ്മുടെ ഈ ലിസ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് പെർസെൻറ്റേജ് കുറഞ്ഞു നിൽക്കുന്ന വണ്ടികളൊന്നാണ്. അതായത് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന ഫ്രോങ്സിനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2ാമത് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വാഗണാറിനായിരുന്നു. ഇനി 3ാമത് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയാണ് എർട്ടിഗ. സോ ഏകദേശം ആ ഒരു ഏരിയയും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സെയിൽ ഇതിൻ്റെ മോശമൊന്നുമല്ല. 16,000 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഗംഭീര സെയിലാണ്. മറ്റൊരു 7 സീറ്ററും ഇതിൻ്റെ അത്രയും വിൽക്കുന്നില്ല. അതാണ് വേറൊരു കാര്യം. നിങ്ങളിപ്പോൾ ക്ലാവിസ് എടുത്താൽ എല്ലാം 10 താഴെ ഉള്ളൂ. അതും 10 പോലും ഇല്ല, ആക്ച്വലി 8 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കി അല്ല, ഇത് ഹ്യുണ്ടായിയുടെയാണ്. ക്രെറ്റയാണ് ഇവിടെ നിൽക്കുന്നത് 5th പൊസിഷനിൽ. ഇതിന് കഴിഞ്ഞ മാസം 17,344 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ 15,452 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1,892 വാഹനങ്ങളുടെ വ്യത്യാസം 12.24% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഭയങ്കര വലിയ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ക്രെറ്റ നോർമലി ഒരു 17,000 to 18,000 ഇടയിലൊക്കെയാണ് ഒരു വിൽക്കാറ്. ചില മാസങ്ങളിൽ 19,000 അടുത്ത് വരെയൊക്കെ പോകാറുണ്ട്. സോ ചില മാസങ്ങളിൽ ഇത് വണ്ടി നമ്പർ 1 ആവാറുണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പം വേറെ ചില വണ്ടികളുടെ സെയിൽസ് നമ്പേഴ്സ് 20,000 മുകളിലാവാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ക്രെറ്റ ആ ഒരു കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാൻ തുടങ്ങി. നമ്പർ 1 പൊസിഷൻ ഇപ്പോൾ അങ്ങനെ കിട്ടാറില്ല. മിക്കവാറൊക്കെ ഒരു ടോപ്പ് 5 വരാൻ പറ്റും. ആൻഡ് ഇതിപ്പോൾ ജസ്റ്റ് 5th പൊസിഷനിലാണ് കഴിഞ്ഞ മാസം എത്തിയത്. ഇനി നമ്മുടെ അടുത്ത വണ്ടിയും
മാരുതിയുടെ അല്ല, ഇത് ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന പഞ്ചാണ്. ഇതിന് കഴിഞ്ഞ മാസം 18,753 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം 15,435 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 3,318 വാഹനങ്ങളുടെ വ്യത്യാസവും 21.5% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കണക്കെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ഇത് സ്കോർപ്പിയോയിലും താഴെയാണ്. സോ ബേസിക്കലി അഞ്ചാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കഴിഞ്ഞ വർഷം ഇയർ ഓൺ ഇയർ ബേസിൽ വന്ന വണ്ടിയാണ് നമ്മുടെ പഞ്ച്. പിന്നെ ഈ വണ്ടി കുറേ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 2024 ടാറ്റയുടെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി പഞ്ചായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 25 കയറിയപ്പോഴേക്കും എല്ലാം നേരെ തിരിഞ്ഞു, നെക്സോൺ ആയി. നെക്സോണിൻ്റെ സെയിലേക്ക് നമുക്ക് വരാം. ഏതായാലും അതിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം സ്പോയിലർ ആവും. ഇനി കുറച്ച് ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും ഹ്യുണ്ടായ്ക്കും ഒക്കെ ശേഷം നമ്മൾ പിന്നെ മാരുതിയിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്വിഫ്റ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 19,733 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അത്യാവശ്യം കയറിയിട്ടുണ്ട്, കാരണം സ്വിഫ്റ്റ് ചില മാസങ്ങളിൽ ഇപ്പോൾ ടോപ്പ് 10 പോലും കയറാറില്ല. 15,000 താഴെയൊക്കെ ആയിട്ടാണ് അതിന് സെയിൽ വരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം ഏതായാലും 20,000 അടുത്തായിട്ട് സെയിൽ വന്നിട്ടുണ്ട്. സോ അത് നന്നായി. ഇനി കഴിഞ്ഞ വർഷം നവംബർ നോക്കുകയാണെങ്കിൽ 14,737 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയത്. അതായത് 4,996 വാഹനങ്ങളുടെ വ്യത്യാസവും 33.9% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി. സോ 34% അടുത്ത് പോലും നമ്മുടെ ടോപ്പ് 1 അല്ലെങ്കിൽ 2 അടുത്തൊന്നും എത്തിയിട്ടില്ല. അതിനും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വേറെ വണ്ടികളുണ്ട്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ തന്നെ ബേസ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ സ്വന്തം സഹോദരനായ സഹോദരിയായ ഡിസയറാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ സെയിൽസ് ഉണ്ട്. 21,082 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ 11,779 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ പുതിയ ജനറേഷൻ ഡിസയർ വന്നപ്പോൾ തൊട്ട് സെയിൽ നന്നായിട്ട് കയറിയായിരുന്നു. വ്യത്യാസം 9,303 വാഹനങ്ങളുടെയാണ്. അഗെയിൻ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 78.98% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ബേസിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇത് തന്നെയാണ്. ഇത്രയും ഹൈ സെയിൽസിൻ്റെ വ്യത്യാസം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രോത്ത് പെർസെൻറ്റേജ്, അതായത് 80-അടുത്തൊക്കെ ഗ്രോത്ത് പെർസെൻറ്റേജ് വരാമെന്ന് പറഞ്ഞാൽ തന്നെ ഗംഭീര കാര്യമാണ്. പൊതുവേ എല്ലാ കമ്പനികൾക്കും അത് പറ്റാറില്ല. പക്ഷേ ഇത് മാരുതി ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഇവർക്ക് ഏതായാലും പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നമ്പർ 1 വണ്ടി ഏതാണെന്ന് അറിയാനായിരിക്കും. കുറേ പേര് ഗസ് ചെയ്ത് കാണുമായിരിക്കും. നിങ്ങൾ ഗസ് ചെയ്തത് ഇതാണ് എങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ കറക്റ്റാണ്. നെക്സോൺ തന്നെയാണ്. കഴിഞ്ഞ മാസവും 22,434 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ 15,329 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 7,105 വാഹനങ്ങളുടെ വ്യത്യാസവും 46.35% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം നെക്സോൺ തന്നെയാണ്. ഇതിന് മന്ത് ഓൺ മന്ത് സെയിൽ എടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഒക്ടോബർ മാസത്തിൽ ഈ വാഹനത്തിന് 22,000 കറക്റ്റ് സെയിൽ ഉണ്ടായിരുന്നു. അതിന് മുന്നത്തെ മാസം സെപ്റ്റംബർ എടുക്കുകയാണെങ്കിലും ഇതിന് 22,500-600 റേഞ്ചിനടുത്ത് സെയിൽ ഉണ്ടായിരുന്നു. സോ 3 മാസമായിട്ട് നെക്സോൺ ഇപ്പോൾ അടുപ്പിച്ച് 22,000 മുകളിലാണ് സെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവർക്ക് എങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് കാലം വരെ നെക്സോൺ 18,000-19,000 പഞ്ചിനേക്കാൾ കൂടുതൽ, പക്ഷേ എന്നാൽ ഒരുപാട് കയറിപ്പോണ്ട് ആ റേഞ്ചിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് 20,000 മുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 കോൺസെക്യൂട്ടീവ് മാസങ്ങളിലെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം നെക്സോൺ തന്നെയായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വണ്ടികൾ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.